നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നടിക നിയോജക മണ്ഡലം നിയുക്ത MLA ഗീതാ ഗോപി പര്യടനം ആരംഭിച്ചു. വാടാനപ്പള്ളിയിൽ CM കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് വെച്ച CPM നേതാവ് CCTV ക്യാമറയിൽ കുടുങ്ങി. അന്തിക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച സംഭവത്തിൽ വധശ്രമ കേസ് പ്രതിയായ ജസ്റ്റോ അറസ്റ്റ്. ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നടിക നിയോജക മണ്ഡലം നിയുക്ത MLA ഗീതാ ഗോപി പര്യടനം ആരംഭിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ എടമുട്ടം സെന്ററിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. എടമുട്ടം സെന്ററിൽ നടന്ന പര്യടന പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PS ഷാജൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AS ദിനകരൻ, ചേർപ്പ് ഏരിയ സെക്രട്ടറി KM കിഷോർ കുമാർ, CPI മണ്ഡലം സെക്രട്ടറി KK ജോബി, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി PA രാമദാസ്, CPM എടമുട്ടം ലോക്കൽ സെക്രട്ടറി മധുസൂദനൻ, KP സന്ദീപ് തുടങ്ങി അനേകം നേതാക്കൾ പര്യടന പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് പര്യടന പരിപാടി തവളക്കുളം സെന്റർ, പാലപ്പെട്ടി ബീച്ച്, കഴിമ്പ്രം സ്കൂൾ, കോതകുളം, വലപ്പാട് ചന്തപ്പടി, വലപ്പാട് ഗവൺമെന്റ് ആശുപത്രി, തൃപ്പയാർ ക്ഷേത്ര പരിസരം, പുതുകുളം, ചേർക്കര തുടങ്ങി 50ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരത്തോടെ തൃപ്പയാർ കിഴക്കേ നടയിൽ അവസാനിച്ചു. നാളെ ചൊവ്വാഴ്ച രാവിലെ കുന്നുംപുള്ളി പറമ്പിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് തായംകുളങ്ങര സെന്ററിൽ പര്യടന പരിപാടി സമാപിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മത്സരിച്ചെന്ന് അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ നിങ്ങൾ നൽകിയ വോട്ടുകൾ വളരെ വിലയേറിയതും അതിലേറെ അഭിമാനകരമായ ഒരു വിജയം കൈവരിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എടമുട്ടം സെന്ററിൽ എത്തിയിട്ടുള്ളത്. നാടിൻ്റെ നീതിപരമായ വികസന പുരോഗതിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ ആ സർക്കാരിന്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് നാട്ടിയുടെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾക്ക് നിങ്ങൾ നൽകിയ മറുപടിയാണ് എൻ്റെ വിജയം. തീർച്ചയായിട്ടും ആ വിശ്വാസവും ആ വിജയവും നിങ്ങളെ സാക്ഷി നിർത്തി ഈ മണപ്പുറത്തിന്റെ ഓരോ മണൽത്തരികളിലൂടെ നിങ്ങളിലൊരാളായി ഈ നാട്ടിയുടെ വികസനം മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. വാടാനപ്പള്ളിയിൽ CM കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് വെച്ച CPM നേതാവ് CCTV ക്യാമറയിൽ കുടുങ്ങി. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് CCTV ക്യാമറയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച KC നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ ഫോട്ടോ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. അന്തിക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച സംഭവത്തിൽ വധശ്രമ കേസ് പ്രതിയായ ജസ്റ്റോ അറസ്റ്റിൽ. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹോദരിയുടെ മകളെ പ്രതി ശല്യപ്പെടുത്തുന്നത് തടയുന്നതിന് വേണ്ടി ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയതിന്റെ വൈരാഗ്യത്തിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച പ്രതി പിടിയിലായി. ഊരകം പൂച്ചുണ്ണിപ്പാടം സ്വദേശി പാറക്കോട്ടുകാരൻ വീട്ടിൽ 21 വയസ്സുള്ള ജസ്റ്റോയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെമ്മാപ്പള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മെജോയുടെ സഹോദരിയുടെ മകളെ ജസ്റ്റോ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയെ മെജോ സ്വന്തം വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇതിന്റെ വിരോധത്താൽ ഇതേ തുടർന്ന് മെയ് 8 പുലർച്ചെ 12:30 പ്രതി ജസ്റ്റോ മെജോയുടെ വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി മെജോ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷയും മെജോയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ സൈക്കിളും പ്രതി തകർത്തു. വാഹനങ്ങളുടെ സീറ്റുകൾ, അപ്പോൾസ്ട്രി വർക്കുകൾ,
വൈപ്പറുകൾ എന്നിവ കുത്തിക്കീറി നശിപ്പിച്ചു. ഏകദേശം 8,000 രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ ആത്മസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഘം സംഘടിപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം വാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ചായിരുന്നു ഭിന്നശേഷി സംഗമം നടത്തിയത്. പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഗ്രേസി ബാബു അധ്യക്ഷത വഹിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 100-ൽ പരം മക്കളും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. ആലുവ പ്രൊവിൻസിയിലെ ഫാദർ ഗോഡ്വിൻ കപ്പൂച്ചിൻ, കണ്ടശങ്കടവ് റീജിയണൽ വൈസ് പ്രസിഡന്റ് സൈമൺ മഞ്ഞളി, റീജിയണൽ സെക്രട്ടറി TV ജോസ്, വിൻസെന്റ് കുന്നംകുടത്ത്, ലിസി ജോസ്, ദേവസി എലുവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പറമ്പിൽ കുടുംബ കൂട്ടായ്മ പ്രഥമ കുടുംബ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. കാക്കാത്തുരുത്തി സീഷോർ എക്കോ പാർക്കിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. PK മുഹമ്മദ് അലി ഹാജി അധ്യക്ഷനായി. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി PB ബദറുദ്ദീൻ, PA മൊയ്തു, PA മുഹമ്മദ്, PA അബ്ബാസ്, PA ജമാൽ, PB ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളായ ഫാത്തിമ ബീബി, അബ്ദുൽ ഖാദർ, PA മൊയ്തു, റുഗിയ ബീരാൻ, സെഫിയ ബാപ്പു എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ പള്ളിപ്പറമ്പിൽ കുടുംബാംഗ റയ്യാൻ മജീദ്, ആത്മീയ വിദ്യാഭ്യാസത്തിൽ നിസാമി അൽ ഫാറൂഖി വിജയം നേടിയ മുഹമ്മദ് ഷബിൻ, മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിൻഹ ഫാത്തിമ, ആസിഫ് അസ്ലം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു ഫാമിലി കൂട്ടായ്മ കുടുംബ സംഗമം എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം നമുക്കൊക്കെ കാണാനുള്ള ഒരവസരമാണ്. പള്ളിപ്പറമ്പിൽ ഫാമിലിയെ സംബന്ധിച്ച് ഹ്രസ്വമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഇവിടെ സംസാരിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായി. എനിക്ക് തോന്നുന്നത് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ അടിവേരുകളെ സംബന്ധിച്ച്, ആ വംശാവലിയെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് സംസാരിക്കാൻ ചാമക്കാലയിൽ തന്നെ അതിപ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദൊക്കെയാണ് എന്ന് എപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് ഖാൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ കുടുംബത്തിൽ സുൽഫി എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് ബന്ധം? ഉദാഹരണം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നജീബിൽ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ? അല്ലെങ്കിൽ ഞാൻ PB അഷ്റഫിൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പ അബ്ദുൽ ഖാദർ സാഹിബ് അള്ളാഹു അപ്പുറത്ത് കൊടുക്കട്ടെ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഡറേസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജില്ല വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. LP വിഭാഗം പ്രധാനാധ്യാപിക PS ജ്യോതി, ശ്രീവേണി മുഖ്യാതിഥിയായി. NSS സംസ്ഥാന അവാർഡ് ജേതാവ് ശലഭ ശങ്കറിനെ ചടങ്ങിൽ അഞ്ജലി ഷമീർ ആദരിച്ചു. ജില്ലയിലെ പ്രതിഭകളായ ഡോക്ടർ സിന്ധു ശങ്കർ, സുനിൽ കുമാർ, ജിതേന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഭാരവാഹികളായ രഘു രാമത്ത്, MA അനീഷ്, സഹാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി പ്രസിഡന്റായും PN സുപ്രിയ സെക്രട്ടറിയായും VM ആശയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞാൻ 2020 ജൂൺ 23-ാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. കോവിഡ് വിദ്യാർത്ഥി നിൽക്കുന്ന കാലഘട്ടത്തിൽ കളിക്കാട് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരികയായിരുന്നു. ഞാൻ കാലിക്കറ്റ് വിദ്യാലയമാണ് ആദ്യമായിട്ട് പ്രൊമോഷൻ കിട്ടി പോയതോടെയാണ്. പക്ഷേ 2 മണിക്കൂർ യാത്രയാണ്. നമ്മൾ അടുത്താണ് നമ്മുടെ തമിഴ്നാട് സ്ത്രീകളുടെ കുടിയൊഴുക്കം ആ പഞ്ചായത്തിലെ സ്ഥലമാണ്. എന്തായാലും 23-ാം തീയതി 2020-23-ാം തീയതി എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തത് ജില്ലയുടേതായിട്ട് കയ്പമംഗലത്തെ സജീവമാക്കാൻ സജീവാശക്തിയുള്ള ഒരു പോസ്റ്റാണ് കണ്ടത്. ഒരുപാട് സന്തോഷം തോന്നി. അവസാനമായിട്ട് ഒരുപക്ഷെ ഈ ആഘോഷത്തിന് ശേഷം യാത്രയപ്പോൾ ഒട്ടനവധി യാത്രയപ്പ് സമയങ്ങൾ കഴിഞ്ഞു. ഇതിപ്പോൾ 14ാമത്തെ യാത്രയപ്പാണ്. അപ്പം എന്തായാലും ജില്ലയുടേതായിട്ടുള്ളതായിരിക്കും അവസാനത്തെ യാത്രയപ്പ് ഔദ്യോഗികമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊക്കെ ഇവിടുന്ന് പഠിയാൻ
ഇതിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിലനിർത്തണമെന്നാണ് എനിക്ക് പൊതുവെ നിങ്ങളോട് പറയാനുള്ളത്. ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചില ബാച്ച് വെച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് മാത്രം പറയാൻ പറ്റില്ല. എല്ലാ ബാച്ചുകളും സൂചിപ്പിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വെക്കേഷനിലായിട്ട് 3-4 ബാച്ചുകളുടെ സ്നേഹസംഗമം ഉണ്ടായത് 10 ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് 23 ബാച്ചുകൾ കഴിഞ്ഞ ഈ 6 വർഷത്തിനിടയിലായിട്ട് ചേരാനായി. അവരൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്തായാലും പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തായാലും ഒക്കെ നമ്മളോട് സഹായിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ തുടർന്നു. ഞാനൊക്കെ പോയി പുതിയ പ്രിൻസിപ്പൽമാരൊക്കെ വന്നാലും നിങ്ങളുടേതായിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ സംരംഭമായ സ്റ്റുഡന്റ് മാർക്കറ്റ് പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് സ്റ്റുഡന്റ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും റൂറൽ ബാങ്ക് ഡയറക്ടറും ആയ TK രാജു മുഖ്യാതിഥിയായി. സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന 6ാം ക്ലാസ് വിദ്യാർത്ഥി അവന്തിയേക്ക് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പഞ്ചായത്ത് അംഗം KC രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PA സുധീർ, സൈദ മുത്തുക്കോയ തങ്ങൾ, CP അനിൽകുമാർ, KM നിഷാന്ത്, KB അജയഘോഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, പെരിഞ്ഞനം ബ്രാഞ്ച് മാനേജർ KR രേഷ്മ എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡന്റ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മതിലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. പെരിഞ്ഞനം കാക്കാത്തുരുത്തി പള്ളിവളവിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു സോഫ്റ്റ്വെയർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, സംഘം വൈസ് പ്രസിഡന്റ് TS ശ്രീരാജ്, പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ ഖാദർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി ട്രോഫീസ് എന്ന സ്ഥാപനത്തിൽ ഷീൽഡ്, ട്രോഫി, മെഡലുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. മിതമായ നിരക്ക്, കൃത്യതയോടെയുള്ള നിർമ്മാണം, സമയബന്ധിതമായ ഡെലിവറി എന്നിവ പ്രവാസി ട്രോഫീസ് ഉറപ്പു നൽകുന്നു. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനും പ്രവാസികളുടെ പുനരധിവാസം ലക്ഷ്യമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ ജില്ലയിൽ 22ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെടുകയും ബ്ലോക്ക് തലത്തിലും താലൂക്ക് തലത്തിലും സഹകരണ സംഘം രൂപീകരിക്കുകയും അതിലൊന്നാണ് മതിലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം എന്ന പേരിൽ 2017 രജിസ്റ്റർ ചെയ്യുകയും 2018 ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത നമ്മുടെ സംഘം നേരത്തെ സ്വാഗത പ്രസംഗിയെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രളയവും അതുപോലെ അതിനെ തുടർന്ന് വന്ന മഹാമാരി ലോകമെമ്പാടും പിടിച്ചുപിടിക്കുക 2020 കോവിഡ് മഹാമാരിയും 22ഓടുകൂടി ഏകദേശം ശൂന്യമായ ഘട്ടത്തിലാണ് കുറച്ചെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വിവിധങ്ങളായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് കേരള പ്രവാസി സംഘത്തിന്റെ കീഴിലുള്ള എല്ലാ സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനം. അന്തിക്കാട് സ്വദേശി ബഹ്റൈനിൽ അന്തരിച്ചു. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി പള്ളത്തി വീട്ടിൽ കുഞ്ഞിക്കുട്ടന്റെ മകൻ 46 വയസ്സുള്ള പ്രമിൽ കുമാർ ബഹ്റൈനിലെ താമസസ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരിച്ചു. ശനിയാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചത്. മനാമയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രമിൽ രാത്രി ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ ബാത്റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തി സംസ്കരിക്കും. വാടാനപ്പള്ളിയിൽ ഇരുട്ടിന്റെ മറവിൽ KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സ് സ്ഥാപിച്ച CPM പ്രവർത്തകന്റെ നടപടി തെറ്റെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വാടാനപ്പള്ളിയിലെ സംഭവം ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായ ഒരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. ഏരിയ കമ്മിറ്റിയിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്.
കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് പാർട്ടിയിലെ അംഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നും അത് തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് നടിക നിയോജക മണ്ഡലം നിയുക്ത MLA ഗീതാ ഗോപി പര്യടനം ആരംഭിച്ചു. വാടാനപ്പള്ളിയിൽ CM കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് വെച്ച CPM നേതാവ് CCTV ക്യാമറയിൽ കുടുങ്ങി. അന്തിക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച സംഭവത്തിൽ വധശ്രമ കേസ് പ്രതിയായ ജസ്റ്റോ അറസ്റ്റ്. ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.